അടുത്തതായിട്ട് ജർമ്മനിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പം ഏകദേശം 2000-ലധികം ഹോസ്പിറ്റൽസാണ് നമുക്ക് ജർമ്മനിയിലുള്ളത്. ഇവിടെ ഒരു നഴ്സിന് ജോലി ചെയ്യണമെങ്കിൽ GNM ആണെങ്കിലും BSc ആണെങ്കിലും പോസ്റ്റ് BSc ആണെങ്കിലും 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കമ്പൽസറി ആണ്. 3 വർഷമെങ്കിലും മിനിമം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കത്തുള്ളൂ. കമ്പയർ ടു ഓട്ടർ ഹോംസിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ ബിസി ലൈഫാണ് ഹോസ്പിറ്റൽ നമുക്ക് പറയാം. നമുക്കറിയാം ബിസി വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്. എക്സാക്ട്ലി ബിസി വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ് എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഉള്ളത്. സാലറി ഏകദേശം നമുക്ക് 3000 യൂറോ ഒക്കെയാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അത്യാവശ്യം ലാംഗ്വേജ് പ്രൊഫഷൻസ് നമുക്ക് വേണം. മാത്രമല്ല ഈ സോഫ്റ്റ്വെയറുകളിലാണ് പലപ്പോഴും നമ്മളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ പലപ്പോഴും പല ആൾക്കാർ ഒരു കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളവർ, ജസ്റ്റ് ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ മിക്കവാറും പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റൽസാണ്. കാരണം അവരുടെ ലക്ഷ്യം യൂണിക് ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽസാണ് പ്രിഫർ ചെയ്യുന്നത്. ലാംഗ്വേജ് വേണം. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ ആൾട്ടർ ഹോംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആൾട്ടർ ഹോംസിൽ പ്രായമുള്ളവരോടാണ് നമ്മൾ സംസാരിക്കുക, എൽഡർലി കെയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നേഴ്സിനൊരു ആൾട്ടർ ഹോംസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവരോട് പതുക്കെ സംസാരിച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൾട്ടർ ഹോംസിൽ ലഭിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റൽ ലഭിക്കണമെന്നില്ല. ഒരു ബിസി എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം അഡോപ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഓൾട്ടർ നമ്മൾ പറയുന്ന ഹോസ്പിറ്റൽസ് പറയുന്നത്. സോ ഈ 3-ൽ ഏത് സ്ഥലത്താണ് ഒരു B2 ലാംഗ്വേജ് പഠിക്കുന്ന നേഴ്സിന് പോകാൻ സാധിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുക. ഇതിൽ ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഓൾട്ടർ ഹോംസിൽ ജോലി ചെയ്യേണ്ടി വരും. ചിലർക്ക് ഹ്യൂജ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവരൊരു പക്ഷേ ഓൾട്ടർ ഹോംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ചിലരുടെ എയിം യൂണിക് ക്ലിനിക്ക് ആയിരിക്കും, അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് നഴ്സുമാർ ജോലി ചെയ്യേണ്ടത്.